വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ഭാരത് ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷാവോതി നാൻസിങ്ങിനെയും കൊണ്ട് ഒരിടത്ത് മാറി നിന്ന് സംസാരിക്കുന്നു. സത്യം നേരത്തെ തുറന്നു പറയാതിരുന്നതിന് അവൾ സോറി പറഞ്ഞപ്പോൾ ഇതൊന്നും നിന്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല എന്നവൻ പറയുന്നു. അപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യമില്ലേ? നിനക്ക് സന്തോഷിക്കാൻ കഴിയുമോ എന്നവൾ ചോദിക്കുന്നു. എനിക്കല്ലെങ്കിലും നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ സന്തോഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ എനിക്ക് നിന്റെ വിഷമം മനസ്സിലാകും. നീ ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് നീ ഇത്ര നാൾ കരുതിയിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം മനുഷ്യനെല്ലാം വെറും ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തത് ഞാനായതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ നിന്റെ അമ്മയാണ്. സ്വന്തം അമ്മയെ ഡേറ്റ് ചെയ്യാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ എന്നവൾ പറയുന്നു. അവൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇതുവരെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ വല്ലായ്മ തോന്നുമെന്ന് അവൻ പറഞ്ഞപ്പോൾ തൻ്റെ മണ്ടത്തരം ഓർത്ത് അവൾ തലയിൽ അടിക്കുന്നുണ്ട്. നിന്നെ വിഷമിപ്പിക്കുന്നത് ഇതല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് തുറന്നു പറയും, നമുക്കെന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞവൾ കുറെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, ആരാണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അതെല്ലാം വെറും കള്ളമായി മാറിയിരിക്കുകയാണ്. ഞാൻ ശരിക്കും ആരാണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല, ജീവിക്കാനുള്ള ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊക്കെ അവൻ വിഷമത്തോടെ പറയുന്നു. ജീവിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഇതൊന്നും ആലോചിച്ച് തലമുഖിക്കേണ്ട, എനിക്ക് 2 ദിവസത്തെ സമയം തന്നാൽ മതി, അതിനുള്ളിൽ എനിക്കിതെല്ലാം ചിന്തിച്ച് നേരെയാക്കാൻ കഴിയും എന്നവൻ പറയുന്നു. എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നീ ഇതെല്ലാം ചിന്തിച്ച് റെഡിയാക്കും എന്നെനിക്ക് പ്രോമിസ് ചെയ്തു തരാൻ അവൾ പറയുന്നു. അത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഉറപ്പ് തരാൻ കഴിയുമോ എന്നവൻ ചോദിച്ചപ്പോൾ വെറുതെ ഉറപ്പ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിക്കുന്നു. അവൻ ഓക്കെ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നീ എല്ലാം ചിന്തിച്ച് നേരെയായി കഴിയുമ്പോൾ എന്നെ വിവരം അറിയിക്കാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു. അവൻ പിന്നെയും കുറച്ച് സമയം കൂടി അവിടെ തനിച്ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവൾ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ നീ എല്ലാം ചിന്തിച്ച് നേരെയായോ, ആയെങ്കിൽ എന്നെ കോൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കണമെന്നൊരു പേപ്പറിൽ എഴുതി വാതിലിനടിയിലൂടെ അവൻ്റെ മുറിയിലേക്ക് വെച്ചിട്ടാണ് പോയത്. അന്ന് ഓഫീസിലെത്തിയപ്പോഴേക്കും അവൾ റിസൈൻ ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞിരുന്നു. എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫാണ് എല്ലാവരോടും വിവരം പറഞ്ഞത്. എല്ലാവരും സങ്കടത്തോടെ അവളുടെ ചുറ്റും കൂടുന്നു. പലരും കരയാനും തുടങ്ങുന്നു. എയുടെയും കണ്ണു നിറയുന്നുണ്ട്. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആരോടും ഇക്കാര്യം പറയാതിരുന്നതെന്ന് അവൾ പറയുന്നു. സ്റ്റാഫിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവരും കൂടി അവൾക്കൊപ്പം ഒരു സെൽഫിയും എടുക്കുന്നുണ്ട്. സീഷൻ ഓഫീസിലെത്തിയപ്പോഴാണ് അവൾ റിസൈൻ ചെയ്യാൻ പോകുന്ന വിവരം അറിഞ്ഞത്. അവൻ ഭ്രാന്ത് പിടിച്ച പോലെ അവളുടെ മുറിയിലേക്ക് പാഞ്ഞു എന്ന് നിന്നെ റിസൈൻ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല, എന്നോടുള്ള ദേഷ്യം തീർക്കാനാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവൾ എഴുന്നിട്ട് കർട്ടനൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. നിന്നോട് ദേഷ്യമുണ്ടായിട്ടൊന്നുമല്ല, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ ജോലിയിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലല്ലോ. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഓരോരുത്തരെയുമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നത് കൊണ്ട് കമ്പനിയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നീ ഇനി എൻ്റെ റെസിഗ്നേഷൻ സൈൻ ചെയ്താൽ മാത്രം മതി എന്ന് അവൾ പറയുന്നു. ഞാൻ ഒരിക്കലും ഇത് സൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവൻ അത് തട്ടിയെറിയുന്നു. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ തീരുമാനത്തിലൊരു മാറ്റമില്ല, ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവളെ എഴുന്നേറ്റ് മാറി നിൽക്കുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നവൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ഇനി പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം അവൾ പറയുന്നു. സീഷൻ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നാൻസിങ് അന്ന് വൈകിട്ട് ഓഫീസ് വിട്ടു പോകുന്നതിന് മുമ്പ് എയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവൾ പോകാനെല്ലാം തയ്യാറെടുത്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. നാൻസിങ്ങിനോട് കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിക്കാൻ പറയുന്നു. സീഷൻ്റെ അസിസ്റ്റൻ്റായ കാലം മുതൽ അവൾ നോട്ട് ചെയ്ത് വെച്ച പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഉള്ള ഒരു ബുക്ക് അവൾ നാൻസിങ് സമ്മാനിക്കുന്നു. ഈ ജോലിയിൽ സർവൈവ് ചെയ്യാൻ ഇത് സഹായകമാകുമെന്ന് പറയുന്നുണ്ട്. നീ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഇവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി അധ്വാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഉറപ്പായും ഈ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് തന്നെയാണോ നിന്റെ യഥാർത്ഥ വഴി എന്ന് നീ ശരിക്കും ചിന്തിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ നിനക്ക് സീഷനെ പോലെ നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരൻ ആവാൻ കഴിയും. നിന്റെ കഴിഞ്ഞ വർക്കിൽ നിന്നൊക്കെ എനിക്ക് നിന്റെ ടാലൻറ്റ് മനസ്സിലായിട്ടുള്ളതാണ്. നിനക്ക് നിന്റെ കഴിവിൽ വിശ്വാസമില്ലെങ്കിലും നിന്നെ ഞാൻ ചൂസ് ചെയ്തത് ഒരിക്കലും വെറുതെ അല്ല. നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. സീഷനെ പോലെ കഴിവുള്ള ഒരു എഴുത്തുകാരിയാകും എന്നൊക്കെ പറഞ്ഞത് നാൻസിങ്ങിന് അത്ര വിശ്വാസം വരുന്നില്ലെങ്കിലും അവളത് കുറച്ച് സീരിയസ് ആയി തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. എയുടെ സാധനങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ അവൾ കൂടി സഹായിക്കുന്നു. അത്രയും കാലം ജോലി ചെയ്ത സ്ഥലം അവസാനമായി ഒരിക്കൽ കൂടി നോക്കിയിട്ട് പുറപ്പെടുന്നു. സീഷൻ ആകെ അസ്വസ്ഥനാണ്. അവൻ എഴുതുന്നതൊന്നും ശരിയാകുന്നതേയില്ല. അവൻ്റെ മനസ്സിൽ നിറയെ അവളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നേരെ പോയത് അച്ഛനും അമ്മയും നടത്തുന്ന ഷോപ്പിലേക്കാണ്. അത്യാവശ്യം തിരക്കുള്ള ഒരു ചെറിയ ഷോപ്പാണത്. അവൾ ചെല്ലുമ്പോഴും നല്ല തിരക്കുണ്ട്. അവൾ റിസൈൻ ചെയ്താണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഒന്ന് ഷോക്കാകുന്നു. എന്നാലും അവളോട് അതിനെക്കുറിച്ച് കൂടുതലും ചോദിക്കാതെ ജോലിയിൽ സഹായിക്കാൻ പറയുന്നു. അവർക്കൊപ്പം കൂടുന്നു. നാൻസിങ് തിരികെ എത്തിയപ്പോൾ രാവിലെ വെച്ച പേപ്പർ ഷാവതിയുടെ വാതിൽ കാണാനില്ല. അവൾ വാതിൽക്ക് മുട്ടി വിളിക്കാൻ തുടങ്ങിയെങ്കിലും വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു. ഇന്ന് ഞാനും കൂടി ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ച് അവൾ അന്ന് അമ്മയ്ക്കൊപ്പം പോയി കിടക്കുന്നുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇടയ്ക്ക് അവൾ അമ്മയോട് ചോദിക്കുന്നു. അവൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ചോദിക്കാറില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലല്ലോ, എന്തെങ്കിലും നിന്റെ മനസ്സിനെ അഴട്ടുന്നുണ്ടോ? എന്താണെങ്കിലും തുറന്നു പറയാൻ അമ്മ പറയുന്നു. അവസാനം അവൾ അമ്മയോട് ചോദിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഞാൻ അബദ്ധത്തിൽ ഒരാളെ ക്രിയേറ്റ് ചെയ്ത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് വരെ ചോദിച്ചപ്പോഴേക്കും അമ്മ ഇടയ്ക്കേറി നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്നു.
അല്ല എന്നവൾ പറഞ്ഞപ്പോൾ പിന്നെ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നീ ഒരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നല്ലേ പറഞ്ഞത്? സത്യം പറ, ആരാണ് നിന്റെ കൊച്ചിൻ്റെ അച്ഛൻ? എത്ര മാസമായി എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, വെറുതെ ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത്. പിന്നെ എന്താണ് നിനക്ക് അറിയേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവൻ എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ ചിന്തിച്ചപ്പോഴാണ് എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് മനസ്സിലായത് എന്നവൾ പറയുന്നു. അമ്മ അവളെ ചേർത്ത് പിടിച്ച് കിടന്നിട്ട്, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം പറഞ്ഞിട്ടല്ല. എല്ലാവരും അവരവർക്ക് കിട്ടിയ ജീവിതം ജീവിച്ചു തീർക്കുന്നു. നമുക്ക് നമ്മുടെ പേരൻസിനെ ചൂസ് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതൊക്കെ മുൻപേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ജീവിതം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നന്നായി ആസ്വദിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ്. അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉറങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ നിന്റെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാനും അമ്മ പറയുന്നു. നാൻസിങ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഷാവതി അപ്പോഴും മുറിയിൽ തന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. നാൻസിങ് വെച്ച പേപ്പർ അവൻ്റെ കൈവശമുണ്ട്. അവനടുത്ത് നോക്കിയിട്ട് ബാൽക്കണിയിലേക്ക് ചെന്നപ്പോഴാണ് നാൻസിങ്ങും ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടത്. നീ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് ചോദിച്ച് അവൻ അടുത്തേക്ക് ചെല്ലുന്നു. നാൻസിങ് അമ്മയോട് ചോദിച്ച് മനസ്സിലായതൊക്കെ അവനോട് പറയുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴുള്ള ജീവിതം ജീവിച്ചാണ് ഓരോരുത്തരും ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതെന്ന് അവൾ പറയുന്നു. അപ്പോഴും അവൻ മൂഡ് ഓഫായി നിൽക്കുന്ന കണ്ട്, നിനക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അമ്മയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറയാൻ അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തുന്നു. 2 ദിവസം കൊണ്ട് നിനക്ക് വെയിറ്റ് കുറഞ്ഞെന്നാണല്ലോ തോന്നുന്നത്. നീ ഇങ്ങനെ പട്ടിണി കിടന്ന് നിന്റെ സൗന്ദര്യമൊക്കെ നശിപ്പിച്ചാൽ നിന്നെ തിരികെ കൊണ്ടുപോകാൻ ഞാൻ ഫെയറിയോട് പറയും എന്നവൾ തമാശയായി പറയുന്നു. ഞാൻ ശരിക്കും സുന്ദരനാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട്, നീ സുന്ദരനാണ്, ബുദ്ധിമാനാണ്, മാർഷൽ ആർട്സ് നന്നായി അറിയാം, വളരെ അറിവുണ്ട്, എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയം കണ്ടേ അടക്കും. അങ്ങനെയുള്ള നിന്നെപ്പോലെ ഒരാൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നവൾ ചോദിക്കുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടെന്താ, ഞാൻ വെറും ഒരു ക്യാരക്ടറല്ലേ എന്നവൻ വിഷമത്തോട് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താണ് വ്യത്യാസം? നിന്റെ ശരീരത്തിലുള്ളതും മാംസവും രക്തവും തന്നെയല്ലേ എന്നവൾ ചോദിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നത് നിനക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. നിനക്ക് നിന്റെ കുട്ടിക്കാലത്തെ രൂപം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ എന്നവൻ ചോദിക്കുന്നു. മനസ്സിലായി എന്നവൾ തല കുലിക്കപ്പോൾ, അതിനെക്കുറിച്ച് നീ ഒരുപാട് ചിന്തിക്കേണ്ട. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നീ കൂടുതൽ ഓർത്ത് വിഷമിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ അവൻ തിരിഞ്ഞു നടക്കുന്നു. നീ വിഷമിക്കേണ്ട, നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് നാൻസിങ് പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവൾ എഴുതി വെച്ചിരുന്ന പേപ്പറും കൂടെ വെച്ചുകൊണ്ടാണ് അവൻ കിടന്നുറങ്ങിയത്. റിസൈൻ ചെയ്ത വിവരം പറഞ്ഞ് സീഷൻ്റെ അച്ഛൻ അവനുമായി ഒന്ന് മീറ്റ് ചെയ്യുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അവൻ്റെ വിഷമിച്ചുള്ള ഇരിപ്പ് കണ്ട് അവൾ റിസൈൻ ചെയ്തു എന്ന് കരുതി നീ ഇത്രയധികം വിഷമിക്കേണ്ട കാര്യമില്ല. കമ്പനി മാനേജ് ചെയ്യാൻ ഒരാളെ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സംസാരിക്കുന്ന കൂട്ടത്തിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവനറിയാതെ കാണാൻ വന്നതും അവൾ അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് കൊണ്ട് മാത്രമാണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. അന്ന് നിന്റെ പണവും പ്രതാപവും കണ്ട് പുറകെ കൂടിയതാണ് അവൾ എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് അവളെ പിന്തിരിപ്പിക്കാനായി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിന്നെ ഡേറ്റ് ചെയ്യരുതെന്നും ഡേറ്റ് ചെയ്താൽ ഇൻവെസ്റ്റ് പിൻവലിക്കുമെന്നും ഒരു കണ്ടീഷൻ ഞാൻ അവളുമായി ഉണ്ടാക്കിയിരുന്നു. അവൾ ഒരിക്കലും അത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നല്ല. പക്ഷേ അവൾ ഉടൻ തന്നെ അത് സമ്മതിച്ചു എന്നും അദ്ദേഹം പറയുന്നു. സീഷൻ അധികമായിട്ട് സഹിച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുമ്പ് അച്ഛനെ ഇൻവെസ്റ്റ് ചെയ്ത ചില്ലിക്കാശ് പോലും ഞാൻ തിരികെ തരും. എൻ്റെ കമ്പനിയെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട എന്നവൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം അവൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് അച്ഛൻ കുറച്ചുകൂടി അവനെ വാശി കയറ്റിയിട്ടാണ് വിട്ടത്. ഫുൾ ടൈം അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തിനായി കൂടെ ഇരിക്കുകയാണ്. ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് സീഷൻ്റെ കോൾ വന്നത്. പക്ഷെ അവൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മ ചോദിച്ചപ്പോൾ പരസ്യമാണ് എന്ന് അവൾ കള്ളം പറയുന്നു. നീ എവിടെയാണ്, എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, നിന്റെ വീട്ടിൽ നീ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷാവതിക്ക് എന്നൊരു കൊറിയർ വരുന്നു. അവർ പെൻ കോൺഗ്രസിൽ പോയപ്പോൾ നാൻസിങ്ങിനൊപ്പം അവനുണ്ടാക്കിയ പോട്ടറി ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ അവൻ്റെ മൂഡ് കുറച്ച് ചേഞ്ച് ആകുന്നുണ്ട്. അവൻ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ റെഡിയാകുമ്പോഴാണ് നാൻസിങ് അവനെ വിളിക്കുന്നത് കേട്ടത്. അവൾ അവനെ ടെലിപ്പോർട്ട് ചെയ്യിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കുന്നു. ന്യൂ ബോൺ ബേബീസിലുള്ള ഒരു ബെഡിലാണ് അവൻ ചെന്ന് വീണത്. അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്ന നാൻസിങ് അവൻ്റെ വായിൽ കുട്ടികൾക്ക് അറിയാതിരിക്കാൻ വെച്ചുകൊടുക്കുന്ന നിപ്പിൾ വെച്ച് കൊടുത്തിട്ട് കയ്യിൽ ന്യൂ ബോൺ ബേബീസിൻ്റെ കയ്യിൽ കെട്ടാറുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയ വാച്ചും കെട്ടിക്കൊടുക്കുന്നു. അതിൽ അന്നാണ് അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അവൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടാതെ അവൻ അന്തം വിട്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം, ഇന്നു മുതൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ വെൽക്കം ചെയ്യുന്നു. അവൻ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓർമ്മകൾ ഉണ്ടാക്കാമെന്ന് കരുതി. കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവൻ്റെ സ്കൂൾ പഠിത്ത കാലത്തെ ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി അവൾ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ പോലെ സ്റ്റഡി ടേബിളിന് മുന്നിൽ അവർ പഠിക്കാനിരിക്കുന്നു. ഇടയ്ക്ക് ടീച്ചർ കാണാതെ കൊടുക്കുന്ന പോലെ നാൻസിങ് ഒരു കോമിക് ബുക്ക് അവന് നൽകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ എഴുന്നേറ്റ് ടീച്ചറായി അവൻ്റെ കയ്യിൽ നിന്നും വഴക്ക് പറഞ്ഞ് ബുക്ക് വാങ്ങുന്നു. ടീച്ചറും കുട്ടിയും കളിച്ച് രണ്ടുപേരും കുറേ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഗ്രാജുവേഷൻ ഡ്രസ്സ് ധരിച്ച് കുറേ ഫോട്ടോസ് എടുക്കുന്നു. അടുത്തായി നാൻസിങ് അവനെ കൊണ്ടുപോയത് ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. കേക്ക് ഉൾപ്പെടെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവൾ നടത്തി വെച്ചിരുന്നു. അവന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് പാടിയ ശേഷം, നിനക്ക് കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടമില്ലാതാക്കാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം.
എന്നാലും ഇന്നു മുതൽ എല്ലാ വർഷവും ഈ ദിവസം നിൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കും. എല്ലാ വർഷവും അതിന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നവൾ പറയുന്നു. അവനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റായി അവൻ ആഗ്രഹം പ്രാർത്ഥിച്ച് മെഴുകുതിരി അണയ്ക്കുന്നവരെ ഞാൻ കണ്ണടച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് അവൾ കണ്ണും പൊത്തി പിടിച്ച് നിൽക്കുന്നു. ജീവിതകാലം മുഴുവൻ നാൻസിങ്ങിനെ സംരക്ഷിച്ച് അവരുടെ കൂടെ ഉണ്ടാകാൻ കഴിയണം എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി മെഴുകുതിരി അണയ്ക്കാമെന്ന് അവൻ പറയുന്നു. അവൾ കണ്ണു തുറക്കാതെ തന്നെ അവൻ്റെ ഒപ്പം അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരിക്കൽ കൂടി അവൾ അവനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഞാൻ ശരിക്കും ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ കുറേ തടസ്സങ്ങൾക്ക് ശേഷം അവരുടെ ഫസ്റ്റ് കിസ് സക്സസ് ആകുന്നു. പക്ഷേ അതിനിടയിൽ ഷാവോദിയുടെ ശരീരം അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതെയാകുന്നു. കണ്ണു തുറന്ന നാൻസിങ് അവനെ അവിടെയെങ്കിലും കാണാതെ അമ്പരക്കുന്നു. അവൻ ഒളിച്ചിരിക്കുന്നതായിരിക്കുമെന്നാണ് അവൾ ആദ്യം കരുതിയത്. പക്ഷേ അവിടെയെങ്കിലും അവനെ കാണാതായപ്പോൾ അവൾ സംശയം തോന്നി വേഗം വീട്ടിലേക്ക് ഓടുന്നു. അവൻ്റെ മുറിയുടെ സ്പെയർ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് അതുകളിൽ കയറി അവൾ പരിശോധിക്കുന്നുണ്ട്. അവൻ വന്നപ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സ് വെച്ചിരുന്നത് കാണാത്തതിനാൽ അവൻ തിരികെ പോയതായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. കരഞ്ഞുകൊണ്ട് അവൾ അവനെ സമൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറേ തവണ ശ്രമിച്ചിട്ടും അവൻ വരുന്നില്ല. അവൻ തിരികെ പോയി തന്നെയാണെന്ന് ഉറപ്പിച്ച് അവൾ പൊട്ടിക്കരയുന്നു. ഈ സമയം ഷാവോദി അവൻ്റെ ഹീവാൻ പാലസിലെ കട്ടിലിൽ ഉറക്കത്തിൽ നുണർന്ന പോലെ എഴുന്നേൽക്കുന്നു. ചുറ്റും നോക്കി താൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞ ദിവസവും ഇന്നുമായി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അന്ന റോസിനും റിനു ജിസ്നയ്ക്കും ശിവക്കുട്ടിക്കും റംഷിതയ്ക്കും കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.